പാലക്കാട് ഇരട്ടക്കൊലപാതകം നടത്തിയ ചെന്താമര എപ്പോഴും സംശയത്തോടെ ആളുകളോട് പെരുമാറുന്ന സ്വഭാവക്കാരനാണ്. ചെന്താമരയുടെ ഈ സംശയമാണ് 5 വർഷം മുമ്പ് സുധാകരന്റെ ഭാര്യ സജിതയുടെ കൊലപാതകത്തിലേക്ക് നയിച്ചത്. നാട്ടുകാരുമായി അടുപ്പമില്ലാത്ത ചെന്താമരയുടെ നീക്കങ്ങളെല്ലാം എപ്പോഴും ദുരൂഹത നിറഞ്ഞതാണ്. ഇയാളെക്കുറിച്ച് നാട്ടുകാർക്ക് നല്ലതായിട്ടൊന്നും പറയാനുമില്ല. ആരാണ് ചെന്താമര? പരിശോധിക്കും. അതായത് ഈ മനുഷ്യൻ, ഈ ചെന്താമര പറയുന്ന മനുഷ്യന്റെ വീട്ടിന് മുമ്പത്താണ് ഈ സരിത എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ വീട്. നേരത്തെ കൊലപാതകം നടന്നില്ലേ, സരിത എന്ന പെൺകുട്ടിയുടെ വീട്. പക്ഷെ ഇയാളുടെ വീട്ടിന് മുമ്പത്ത് ഇയാളല്ലാതെ വേറൊരാള് പുതിയ ഡ്രസ്സും മറ്റു സംഭവങ്ങളും ഇട്ട് വെളിയിൽ പോകാൻ പറ്റില്ല. പ്രത്യേക മാനസികമായിട്ടുള്ള ഒരു രോഗിയാണ് ഇയാൾ. ഈ കൊലയാളി പ്രത്യേകിച്ച് ഒരു സൈക്കോയാണ്. ഒരു പ്രത്യേക ഒരു മൈൻഡാണ് മൂപ്പർക്ക്. അതായത് മൂപ്പന്റെ കൂടെ ആളുടെ ഭാര്യ, മക്കൾ, ഫാമിലീസ് ഒന്നുമില്ല, എല്ലാവരും ഇട്ടെറിഞ്ഞു പോയി. അയൽക്കാരെ എപ്പോഴും സംശയത്തോടെയാണ് ചെന്താമര നോക്കുന്നത്. പലരോടും പക. തന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് കാരണം മറ്റുള്ളവരെന്ന് ചെന്താമര എപ്പോഴും കരുതി. ചെന്താമരയുടെ ഈ സംശയമാണ് 5 വർഷം മുൻപ് സുധാകരന്റെ ഭാര്യ സജിതയുടെ കൊലപാതകത്തിൽ കലാശിച്ചത്. ചെന്താമരയുടെ ഭാര്യയും കുട്ടികളും ഇദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ സഹികെട്ട് പിരിഞ്ഞായിരുന്നു താമസം. ഇതിന് കാരണം സജിതയാണെന്നായിരുന്നു ചെന്താമരയുടെ സംശയം. ആ സമയം സുധാകരന് തിരുപ്പൂരിലായിരുന്നു ജോലി. സുധാകരന്റെയും സജിതയുടെ മക്കൾ സ്കൂളിലും. ഈ സമയം നോക്കിയാണ് സജിതയെ ചെന്താമര വെട്ടിക്കൊന്നത്. കൊലപാതക ശേഷം ചെന്താമര മലമുകളിലെ കാട്ടിലൊളിച്ചു. തന്ത്രപരമായാണ് അന്ന് പോലീസ് ചെന്താമരയെ പിടികൂടിയത്. ചെന്താമരയുടെ പക എന്നിട്ടും അടങ്ങിയില്ല. ജാമ്യത്തിലിറങ്ങിയ പ്രതി ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടി. അവസരം കാത്തിരുന്ന് സുധാകരനെയും മീനാക്ഷിയെയും കൊലപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് 24.